അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തിൽ എന്റേതായ ഒരു എന്താ പറയാ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് എന്റേതായ എന്താ പറയാ എനിക്ക് ഇന്നതാണ് എന്റെ സ്റ്റാൻഡ് എന്ന് പറയലുണ്ടായിരുന്നു. കറക്റ്റ് നോ പറയേണ്ടടുത്ത് നോ പറയാ അറിയായിരുന്നു. നോ പറയേണ്ടോട് ഞാൻ നോ പറയും. അപ്പൊ എന്റെ അച്ഛനും അമ്മയും അത് പ്രതീക്ഷിച്ചിരുന്നില്ല ആ ടൈമിൽ. ഞാൻ ആരും ഇവിടെ കുറ്റം പറയല്ല കേട്ടോ. ഇതാണ് ഉണ്ടായൊരു സംഭവം. അപ്പോൾ ആ ടൈമിൽ ഇപ്പം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അവരൊരു ഐഡിയോളജിയിലായിരിക്കും അവര് വളരുണ്ടാവുക. അപ്പൊ അവർക്ക് ഒബ്വിയസ്ലി അവരുടെ കുട്ടി ഇങ്ങനെ വളരണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അവരോട് ഞാനൊന്നും തെറ്റ് പറയല്ല. പക്ഷെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ എന്താ പറയാ എക്സ്പീരിയൻസ് കിട്ടിയിട്ടും നമ്മളും ഒരുപാട് വളരുമല്ലോ. അങ്ങനെ ഞാനും അച്ഛനും തമ്മിൽ ഭയങ്കര ഐഡിയോളജി പരമായിട്ട് ഭയങ്കര അപ്പോ ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ലൈഫാണ്. പക്ഷെ അതിലോട്ട് എനിക്ക് ചിന്തിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോ കുറെ ഒരു ലൈഫിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എത്തിയപ്പം കുറച്ച് ഫിസിക്കലായിട്ട് അച്ഛൻ അടിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷെ അത് അച്ഛനും അത് വേദന ഉള്ള അച്ഛന് വിഷമമാണ് ആ കാര്യത്തിൽ. ഒരിക്കലും ഞാൻ അച്ഛന് കുറ്റം പറയില്ല. ബട്ട് അതിന്റെ എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം പറയാം. അപ്പൊ അച്ഛനും അതിപ്പോ ആലോചിക്കുമ്പോ കരയാറുണ്ട്. അപ്പോ അന്ന് തന്നെ അച്ഛനെ അടിക്കേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തില്. കാരണം ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും എന്നൊക്കെ ഉള്ള ഒരു മൊമെന്റിലായിരുന്നു ഇരിക്കണ്ടായിരുന്നെ. അപ്പൊ ഞാൻ ഇറങ്ങി പോവാനും പാടില്ല. അപ്പൊ അച്ഛൻ എന്നെ കുറെ തല്ലി. പക്ഷെ തല്ലിയത് അച്ഛൻ്റെ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് കുറച്ച് കൂടിപ്പോയി. അപ്പം എനിക്ക് എന്താ പറയാ മൂക്കുന്ന ബ്ലഡ് വരലും യൂറിനേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് വരലും അങ്ങനെയൊക്കെ കുറച്ച് സീനൊക്കെ ആയി. അപ്പൊ അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, അതായത് ഞാൻ വീട്ടിൽ നിൽക്കണില്ല. ഇതൊക്കെ കണ്ടു നിന്ന് സാക്ഷിയായ ഒരു വ്യക്തിയാണ് എന്നോട്. ഇതൊക്കെ ഉണ്ടാവാൻ ചെറിയൊരു ഭാഗം കൂടിയാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പാരായിരുന്നു. അപ്പോ എന്താ പറയാ ഞാന് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മാറി. പക്ഷെ അമ്മയുടെ വീട്ടിലേക്ക് മാറിയപ്പോഴും പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം അച്ഛന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ബട്ട് അച്ഛന് ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ അച്ഛന്റെ സ്വഭാവം പറയാം. എല്ലാരും പറയും എനിക്കും പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തില് ദേഷ്യം വരും. നിന്റെ അച്ഛനെ പോലെ തന്നെയാണ് എന്നൊക്കെയാ പറയാം. അപ്പൊ ഞാൻ അച്ഛനും കൂടെ ഫൈറ്റ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ഞാൻ മാറി നിൽക്കണു. അപ്പൊ ഒരുപാട് വിഷമങ്ങൾ എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു 3 മാസത്തോളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നു. മീൻസ് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് മാറി നിന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്തായാലും ഒന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അപ്പൊ നമുക്കൊരു ജോലി മേടിക്കണം എന്നൊക്കെയുള്ള രീതിക്കാണ് ഞാൻ കൊച്ചിയിൽ വരുന്നത്. ഞാൻ വീട്ടിൽ അത്യാവശ്യം വീണ്ടും സംസാരം വന്നു. തൃശ്ശൂർ എവിടെ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂർ എവിടെയെങ്കിലൊക്കെ ജോലി നോക്കിയാൽ പോരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് എറണാകുളത്ത് തന്നെ ജോലി വേണം എന്ന് പറയണു. അങ്ങനെ വീട്ടുകാർ തന്നെയാണ് എന്നെ എറണാകുളത്തിലേക്ക് കൊണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ.